നമസ്കാരം. കൊൽക്കത്തയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ട്രാം സർവീസും ഏഷ്യയിലെ ആദ്യത്തെ ട്രാം സർവീസുമായ കൊൽക്കത്ത ട്രാമിലാണ് ഇന്നത്തെ ഒരു യാത്ര. ഞങ്ങളിപ്പോ എസ്പ്ലനേഡ് എന്ന ഭാഗത്താണ്. ഇതുവഴി തന്നെയാണ് ട്രാം കടന്നു പോകുന്നത്. എസ്പ്ലനേഡ് ഭാഗത്ത് ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. രാവിലെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല മഴയാണ്. ഇന്നെന്താ അറിയില്ല, കുഴപ്പമില്ല. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്, 200 മീറ്റർ മാത്രമേ ഉള്ളൂ ആ ഒരു ട്രാം കയറുന്ന ഭാഗത്തേക്ക്. റൂമുള്ള ഭാഗത്തു നിന്നുള്ള ഈ ഒരു വഴിയിൽ നിന്ന് നേരെ കാണുന്ന ഈ ഒരു മെയിൻ റോഡില്ലേ, ഈ ഭാഗത്ത് തന്നെയാണ് ട്രാം വരിക. രാവിലെ ഈ മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവാണ്. ഈ ഭാഗത്തേക്കാണ് നമുക്ക് പോയി നിൽക്കാനുള്ളത്. ഇതാണ് ട്രാമിന് പോകാനുള്ള ആ ഒരു ട്രാക്ക്. ഇതിൻ്റെ വീതിയൊക്കെ ഇത്രയാണ് വരുന്നത്. റോഡ് വഴി തന്നെയാണ് ട്രാമും പോവുക. നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാവും. കാരണം ആ ഒരു ട്രാഫിക്കിലൂടെ, അതായത് ബസ്സുകളും കാറുകളും ഇതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൂടെ ഈ ഒരു ട്രാം പോകുന്ന ഒരു കാഴ്ചയില്ലേ, അത് മനോഹരമാണ്. ഇപ്പോൾ 7 മണിയാവാനായി. ഇപ്പം ഇതുവഴിയാണ് ഇനിയിപ്പോൾ ട്രാം വരിക. ട്രാം പോകുന്ന ട്രാക്ക് കാണിച്ചില്ലേ, അതുപോലെ ഇത് ഓടുന്നത് വൈദ്യുതി കൊണ്ടാണ്, ഡീസലൊന്നും അല്ല. ആ ഒരു കാക്കൊക്കെ ഇരിക്കുന്ന ഒരു ലൈനില്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഗരത്തിലുടനീളം സ്ഥിതി ചെയ്യുന്ന മെർക്കുറി ആർക്ക് റക്റ്റിഫയർ സ്റ്റേഷനുകളാണ് ഈ DC വൈദ്യുതി വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇനി 2 മിനിറ്റും കൂടെ ഉള്ളൂ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഇത് ഏത് ഭാഗത്ത് നിന്ന് വരുന്നതെന്ന് അറിയുന്നില്ല. കാരണം ഈ ഭാഗത്തു നിന്നാണോ അതോ ഈ ഭാഗത്തുനിന്നോ. ഞങ്ങൾ ഈ നടുഭാഗത്ത് തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. എന്തായാലും ഉടനെ തന്നെ വരും. നമുക്ക് പോകാനുള്ള ട്രാം കടന്നു വരികയാണ്. കൊൽക്കത്ത ട്രാം. ട്രാമിൻ്റെ ഡ്രൈവറും കണ്ടക്ടറാണ്. ചായ കുടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തി. അപ്പോൾ ഇതാണ് ട്രാം. ഇപ്പോൾ ടോട്ടലി കാഴ്ച ഇങ്ങനെയാണ്. വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതാണ് WBTC എന്ന്. ഗോരിയാഘട്ട് നിന്ന് എസ്പ്ലാൻഡ് ഭാഗത്തേക്കുള്ള ട്രാമായിരുന്നു. എന്തായാലും ഒരു കിടിലൻ സർവീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രൈവർക്കെല്ലാം ഇരിക്കാനുള്ള ഒരു ഭാഗം ഇവിടെയാണ്. അതിൻ്റെ ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ്. ഇപ്പം നിലവിൽ 2 കോച്ചുകൾ മാത്രമാണ് ഇതിനാകെ ഉള്ളത്. ട്രാമിൻ്റെ ഏറ്റവും പുറകിലാണ് ഞങ്ങളിപ്പോൾ കയറിയത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കണ്ട വലിയ ഫാനൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ്, 2 ഭാഗത്തുമുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു മുന്നിലത്തെ കോച്ച് ഇങ്ങനെയാണ്. അവിടെ നിന്നിട്ടാണിത് ഓടിക്കുക. ആ റോഡ് വഴി തന്നെ കറങ്ങി തിരിഞ്ഞു പോവുകയാണ്. നേരത്തെ ആ ഭാഗത്തായിരുന്നു ഉണ്ടായത്. ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പം നല്ല ഇരുട്ടാണ്. ലൈറ്റുകളൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ലൈറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നല്ലേ. ഇവിടെ നിന്ന് ട്രാം പുറപ്പെട്ടു. ഇതിങ്ങനെ എന്തുകൊണ്ട് വേണം ഓടിക്കാൻ. അതിൻ്റെ ഒരു ക്യാബിൻ അവിടെയാണ്. ഇതിൽ ബെല്ലൊക്കെ ഉണ്ട്. നോർമലി ഒരു ബസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ട്രാഫിക് ഉണ്ടെങ്കിൽ ഇത് നിർത്തും. നമുക്ക് വീഡിയോ ചിത്രീകരണം
ഇതുപോലുള്ള സൈഡിൽ നിന്ന് മാത്രമല്ലേ പറ്റുള്ളൂ. ഇതിൻ്റെ മുന്നിലേക്കൊന്നും പോകാൻ പറ്റില്ല. എസ്പ്ലനേഡ് ഭാഗത്തുനിന്ന് ബലഗാച്ചിയ എന്ന സ്ഥലത്തേക്ക്, അതായത് ശ്യാംപ്രസാദിന്റെ അടുത്ത് തന്നെയാണ്, ഒരാൾക്ക് 7 രൂപ മാത്രമേ ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ. അത്രയും ചീപ്പാണ് ഇതിലത്തെ ആ ഒരു യാത്ര എന്ന് പറയാൻ. കാരണം കൊൽക്കത്തയിലൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ഇത് മസ്റ്റ് ട്രൈ ആണ്. രാവിലെ ഇത്ര സമയമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് പല കടകളും തുറന്നിട്ടൊന്നുമില്ല. ആ ഭാഗത്തേക്കൊക്കെ ട്രാക്ക് കാണാം, പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും സർവീസ് ഇല്ല. ഈ ട്രാക്കിന് തൊട്ട് മുന്നിലായി അംബാസഡർ കാറുള്ളത് കാണാം. ഫോണില്ല, പകരം മണിയാണ്. അത് മുട്ടിക്കൊണ്ടിരിക്കും. ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച ഇങ്ങനെയാണ്. ചില സമയത്ത് വണ്ടികളൊക്കെ ബ്ലോക്കൊക്കെ വന്നാക്കുന്നുണ്ട്. സമയമായതുകൊണ്ടാണ് വലിയൊരു തിരക്കില്ലാത്തത്. ഒരു 10 മണിയൊക്കെ ആണെങ്കിൽ നല്ല ബ്ലോക്കൊക്കെ എന്തായാലും ഉണ്ടാവും. ലിവറൊക്കെ കണ്ടോ? മെഡിക്കൽ കോളേജുള്ള ഒരു ഭാഗത്തേക്ക് എത്തിയേ. ഇത് കോളേജ് സ്ട്രീറ്റ് ആണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കോഫ്യൂസൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്. മെഡിക്കൽ കോളേജാണിത്.
രാവിലെ ആദ്യം തിരക്കില്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഭാഗത്തും ഒരുപാട് ആൾക്കാർ തന്നെയാണ് ഈ ട്രാമിനെ ഈ സമയത്ത് ആശ്രയിക്കുന്നത്. കോളേജ് സ്ട്രീറ്റ് മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇത് ഒരുപാടുണ്ട്. പക്ഷേ ഈ മഴയൊക്കെ വന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും. പച്ചക്കറികളൊക്കെ ഇതാ. ഈ വണ്ടി മാറ്റിയാൽ മാത്രമേ നമുക്കിനി പോകാൻ പറ്റുള്ളൂ. കൊൽക്കത്തയുടെ ഒരു 70% ഇതുപോലുള്ള വഴികളിലൂടെ പോയാലും ഈ സൈഡിലെല്ലാം ഇതുപോലുള്ള ചെറിയ ചെറിയ കടകൾ കാണാം. എല്ലാ ഭാഗത്തായിട്ടും ഉണ്ട്. ശ്യാം ബസാർ ഭാഗമില്ലേ, അതൊക്കെ പഴയ കൊൽക്കത്തയുടെ ഭാഗങ്ങളാണ്. ഏകദേശം ഇനി ഒരു 1.5 കിലോമീറ്റർ കൂടി ഉണ്ട് ആ ഒരു ഭാഗത്തേക്ക്. അകത്തേക്കാണ് ഇനി കയറുന്നത്. എനിക്ക് തോന്നിയത് ഇവിടുന്ന് റിട്ടേൺ ആവുകയാണോ? മിനിറ്റ് യാത്രയായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ തന്നെ ഇവിടുന്ന് 10 മിനിറ്റിനുള്ളിൽ തന്നെ റിട്ടേൺ പോകും. ഞങ്ങൾ അതിന് തന്നെയാണ് തിരിച്ച് കയറി പോകുന്നത്. ഇത്ര നേരം മുന്നിലാണല്ലോ ഇരുന്നത്, ഇനിയിപ്പോൾ പുറകിൽ കയറിയിരിക്കാം. പിന്നെ ഈ ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെയും ഒരുപാട് ട്രാമുകളൊക്കെ കാണാം. ഇനി ഇതിൻ്റെ ഏറ്റവും പുറകിൽ ഇരിക്കാം. ഇവിടെ ഏറ്റവും ഈ പുറക് ഭാഗത്ത് തന്നെ ഇരിക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുമല്ലോ. പിന്നെ ഇവിടെ നിന്ന് ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോ അധികം ആൾക്കാരൊക്കെ കയറുമോ നമുക്ക് നോക്കാം അല്ലേ? ആൾക്കാർ താരതമ്യേന നമ്മളിപ്പോ നേരത്തെ കയറി എസ്പാൻഡേന്ന് ശ്യാംബസാർ വരെയൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് ഇപ്പൊ സ്കൂൾ പിള്ളേരൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് കാരണം ഇതിന്റെ സ്പീഡ് വേഗതയൊക്കെ ഞാൻ എടുത്തു പറയുവാണെങ്കിൽ കുറവാണല്ലോ. ഇനിയിപ്പോ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഈ കൊൽക്കത്തയിലെ ഈ ഒരു ട്രാമിന്റെ ഒരു ചരിത്രത്തിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ ഒരു പരിണാമം കൂടെ നമുക്ക് പറയണല്ലോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാമാണെന്ന് പറയാം. അപ്പൊ ഇപ്പോഴിത് ഇലക്ട്രിക് ആയിട്ടുള്ള ട്രാമാണല്ലോ. ആദ്യ സമയത്തൊക്കെ ഇത് കുതിര വണ്ടികളില്ലേ, അപ്പൊ ആ ഒരു കുതിര വലിച്ചുകൊണ്ടുള്ള ഒരു ട്രാമാണ് ഉണ്ടായത്. ഈ ആദ്യമായിട്ട് ഈ ഒരു കൊൽക്കത്ത ട്രാം ഓടിത്തുടങ്ങിയ വർഷം എന്ന് പറഞ്ഞാൽ 1873 ഫെബ്രുവരി 24 അപ്പൊ 1873 എന്ന് പറയുമ്പോൾ നമ്മളെ 2025 ആയല്ലോ. 152 വർഷം പഴക്കമുള്ള ഒരു ട്രാമാണ് കൊൽക്കത്ത ട്രാം എന്ന് പറയാം. ആ ഒരു സമയത്ത് ആദ്യമായിട്ട് ഇത് ഓടിത്തുടങ്ങിയത് സിയാൽദയിൽ അർമീനിയൻ ഘാട്ട് സ്ട്രീറ്റ് വരെ 3.9 കിലോമീറ്റർ മാത്രമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുതിരകൾ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന ഒരു ചെറിയ ക്യാബിനോട് കൂടിയ ട്രാം ആയിരുന്നു ഉണ്ടായത്. പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1880 സമയത്ത്
കൊൽക്കത്ത ട്രാമേ കമ്പനി കൂടുതൽ ഈ പറഞ്ഞ കുതിര ട്രാമുകളൊക്കെ വീണ്ടുമായിട്ട് പുറത്തിറക്കുകയുണ്ടായി. പിന്നീട് 1883 ഈ കുതിര വണ്ടികൾ കെട്ടിവലിക്കുന്ന ഒരു ട്രാമിന് പകരം ആവി എഞ്ചിനായിട്ടുള്ള ട്രാമുകൾ പുറത്തേക്ക് വന്നത്. അത് ആദ്യമായിട്ട് സർവീസ് ചെയ്തത് കിദർപൂരിലേക്കായിരുന്നു. പിന്നീട് നമ്മളിപ്പം യാത്ര ചെയ്യുന്ന ഇലക്ട്രിക് ആണല്ലോ, അങ്ങനെ ഇലക്ട്രിക് ആയിട്ടുള്ള ട്രാം ആദ്യമായിട്ട് ഇവിടെ കൊൽക്കത്തയിലേക്ക് വന്നത് 1902 സമയത്താണ്. നിലവിലിപ്പം എന്ന് വെച്ചാൽ അധികം ഒന്നും ട്രാമുകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നേരത്തെ എന്ന് വെച്ചാൽ 50 റൂട്ടുകളിൽ ട്രാം സർവീസ് ഉണ്ടായിരുന്നു. അതായത് 61 കിലോമീറ്ററാണ് സർവീസ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ആകെ 2 റൂട്ടുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 14 കിലോമീറ്റർ മാത്രമേ ഇപ്പോഴത്തെ ഒരു ദൈർഘ്യം വരുന്നുള്ളൂ. ഏതൊക്കെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗൊരിയാഘട്ട്, ഇപ്പം നമ്മൾ കയറിയ എസ്പ്ലാൻഡ്, നേരെ ശാംബാസാർ, റിട്ടേൺ, അങ്ങനെയെന്ന് വെച്ചാൽ റൂട്ടുകളൊക്കെ എന്താ പറയുക നിർത്തി എന്ന് പറയുവാണെങ്കിൽ 7:50 ശ്യാംബസാർ ഭാഗത്ത് നിന്ന് ഇതാ ട്രാം എടുത്തു. ഇനി റിട്ടേൺ പോകുമ്പോൾ തിരക്കേ ഇല്ല എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പുറകിലാണല്ലോ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച കണ്ടോ, തിരിച്ചിന് എസ്പ്ലനേഡ് ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണ്. ഒരാൾക്ക് 7 രൂപ മാത്രമേ ഉള്ളൂ. ഏറ്റവും പുറകു ഭാഗത്ത് വന്നിരിക്കുമ്പോഴാണ് വ്യക്തമായ കാഴ്ച നമുക്ക് കിട്ടുക. ബസ് വരുന്നത് കാണുന്നില്ലേ? ബസ്സും ഈ ഒരു ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. കൊൽക്കത്തയുടെ ഐക്കോണിക്കായ യെല്ലോ ടാക്സി. ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ ഇതാ കടന്നു പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ട്രാം വഴി കടന്നു പോയാൽ തന്നെ കൊൽക്കത്തേൻ്റെ നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ ടോട്ടലി ഇപ്പോൾ ബ്ലോക്കായിട്ടാണുള്ളത്. ഇവിടെ മുന്നിലൊരു വണ്ടി വെച്ചുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ പ്രശ്നമായിട്ടാണുള്ളത്. ഇതൊന്നും തട്ടിയും തോന്നുന്നു. നമ്മുടെ അത്രയും മുട്ടിയില്ല. ഇതാ 2 ബസ്സുകൾ, ഒന്ന് അവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. ഇതാ ഇപ്പൊ വിട്ടില്ല. ഇവിടെ അത് പ്രശ്നമായിട്ടാണുള്ളത്. അവിടെ ആ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു തട്ടിയും തോന്നുന്നു. മൊത്തത്തിൽ ഇപ്പൊ പെട്ടിരിക്കുക. ആ ബസ് പുറകോട്ടെടുത്തു. കാരണം എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുട്ടി ഇല്ല. എല്ലാം പ്രശ്നമാക്കിയത്. എനിക്കൊന്ന് ഈ ഒരു കാറുകാരില്ലേ, ഇതും ഇതിന്റെ പുറകിൽ വേറൊരു കാർ പോകുന്നുണ്ട്, അവരാണെന്ന് തോന്നുന്നു. ആ 2 ബസ്സുകൾ അവിടെ എത്തി. ഇങ്ങനെ പെട്ടെന്നൊന്നും ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ അധികം സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ബസ്സിനിങ്ങനെ പുറകെ വെച്ച് പിടിക്കാന്നല്ലാതെ എങ്ങാനും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ അവർ കയറിപ്പോകും.
ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്തായാലും കയറി പൊക്കോളും. ട്രാമിന് പിന്നെ വലിയ കുലുക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ ട്രാം പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു ആംബുലൻസ് ഉണ്ടല്ലോ. പോകാൻ വഴിയില്ല. മുട്ടിയില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇവർ എടുത്തിട്ട് പോകുന്നത്. കാരണം വേറെ സ്പേസ് ഒന്നുമില്ല. പിന്നെ ഇതിന്റെ പുറകെ തന്നെ ഇവർക്ക് വരേണ്ടി വരും. ഇവിടുന്ന് ആ ഭാഗത്തേക്കും ട്രാമിന്റെ ആ ഒരു ട്രാക്ക് കാണാം. മറ്റൊരു ട്രാമും കൂടെ പോകുന്നത് കാണാം. ഈ ഭാഗത്ത് കൂടുതലും സ്ട്രീറ്റ് ഫുഡുകളാണ്. ചെറിയ ചെറിയ ധാബകളൊക്കെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഉണ്ട്. ഇത് കോളേജ് സ്ട്രീറ്റ് ആണ്. ഇവിടെയൊക്കെ മീനുകളാണ്. ഇതാ ഒരു മീൻ മാർക്കറ്റ്. അതായത് നിങ്ങൾ ഇവിടുന്ന് വലിയ മീനുകളൊക്കെ വാങ്ങിക്കുമ്പം അവിടെ നിന്ന് തന്നെ വെട്ടി ക്ലിയർ ആക്കി തരും. കണ്ടോ? ഈ സ്ഥലത്തിന്റെ പേര് വില്ലിംഗ്ടൺ ക്രോസിംഗ് എന്നാണ്. ഇവിടുന്ന് ഇതാ വളഞ്ഞാണ് പോവുക. അത്ര ദൂരേ ഉള്ളൂ എസ്പ്ലനേഡ് ഭാഗത്തേക്ക്. ഇത് പ്രൈവറ്റാണ്. സിലിഗുരി, കോച്ച് ബിഹാർ, ഇത് ഒരുപാട് ലോങ് വരുന്ന വണ്ടിയാണ്. ട്രാമിൻ്റെ കാര്യം പറയുമ്പോൾ 2 കോച്ചുകളാണല്ലോ ഉള്ളത്. 2 കോച്ചിലും സെപ്പറേറ്റ് കണ്ടക്ടർമാരുണ്ട്. ഈ കോച്ചിലെ കണ്ടക്ടർ ഇതാണ്. മുന്നിലുള്ള കോച്ചിലത്തെ കണ്ടക്ടർ ഇതാ അവിടെ കാണാം. എത്ര ബസ്സുകൾ. ബസ്സിൻ്റെ ക്യാപ്ചർ തന്നെ ഒരുപാട് ഇവിടെ വന്നാൽ പകർത്താം. അങ്ങനെ ട്രാമിൽ നിന്നുള്ള മനോഹരമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ തിരിച്ച് ആ കയറിയ ഭാഗത്ത് തന്നെ തിരിച്ചെത്തി. 8:25 ഇപ്പോൾ.
ഇപ്പം ഇനി ഇവിടെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് നിർന്നു. ഒരു കിടിലൻ യാത്രയായിരുന്നു. കൊൽക്കത്തയിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ എത്ര കാലം വരെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ലൈറ്റൊക്കെ ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ട്രാം അവിടുന്ന് വീണ്ടും പുറപ്പെട്ടു. ഇവിടെ ട്രാഫിക്കിൽ കിടക്കുകയാണ്. ആ ഒരു നഗരത്തിൻ്റെ തിരക്കിലേക്ക് ഇതാ ട്രാം പോവുകയാണ്. ഈ തിരക്കിൻ്റെ ഇടയിലൂടെ പോവുക എന്നത് കുറച്ച് ദുഷ്കരമാണ്. ശരിക്കും നേരത്തെ പറയണ്ടായില്ലേ, കൊൽക്കത്തയിൽ തന്നെ 50 റൂട്ടുകളിലാണ് ഈ ട്രാം ഓടിക്കൊണ്ടുണ്ടായത്. ഇപ്പൊ ആകെ 2 റൂട്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ട ഇപ്പൊ ഈ പറഞ്ഞ ശ്യാം ബസാർ ഭാഗത്തേക്കും ഈ എസ്പ്ലാൻഡ് ഭാഗത്തൊക്കെയാണല്ലോ നമ്മൾ കയറിയത്. അതുപോലെ തന്നെ അത് അതിന് സമയമുണ്ട്, രാവിലെയും അതുപോലെ തന്നെ ഇടയ്ക്ക് രാത്രികളൊക്കെ ഉണ്ട്. പഴയതുപോലെ കൂടുതൽ സമയങ്ങളൊന്നും ഇപ്പോൾ ട്രാം ഓടുന്നില്ല. ഈ ട്രാം ഇവിടെ മറ്റു റൂട്ടുകൾ നിർത്തിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ ഒന്നങ്ങനെ കൊൽക്കത്ത നഗരത്തിലെ ട്രാഫിക്കും അതുപോലെ തന്നെ ഈ ട്രാമിൽ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിലുള്ള കുറവ്. കാരണം കൂടുതൽ ആൾക്കാർ കൊൽക്കത്ത മെട്രോയിലും അതുപോലെ തന്നെ മറ്റു ഗതാഗത മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും പിന്നെ ഈ ഒരു ട്രാമിൻ്റെ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവും, വളരെ എന്താ പറയുക ചിലവേറിയതൊക്കെ ആയതുകൊണ്ടും ആണ് ഈ പറഞ്ഞ ട്രാമുകൾ മറ്റു സർവീസൊക്കെ നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടി കാരണമായത്. പക്ഷേ കൊൽക്കത്തയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രാം നിർത്തലാക്കുമെന്ന് പറഞ്ഞ സമയത്ത് 2016 ഈ ട്രാമിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സംഘടനകളും പ്രതിഷേധമൊക്കെ ഇവിടെ എന്താ പറയുക രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ 2 ഉള്ളത്. അത് ഫ്യൂച്ചറിൽ നിർത്തുമോ അതോ കൊൽക്കത്തേൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ട്രാമുകൾ ഇവിടെ തന്നെ നിലനിർത്തുമോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കൊൽക്കത്തയിൽ ഒരുപാട് തവണ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ട്രാമിൽ കയറുന്നത്. കാരണം ഇതിന് മുന്നേ വന്ന സമയത്തൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ നോക്കുമായിരുന്നു. ഇത് എവിടെ മുതൽ എവിടത്തേക്കാണ്, ഏതൊക്കെയാണ് ടൈമിങ്, അതൊക്കെ ഇന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം നിങ്ങളൊക്കെ ട്രാമിൽ കയറുവാണെങ്കിൽ ഈ ഭാഗത്തേക്ക് വന്നാൽ മതിയാവും. അപ്പോൾ വെസ്റ്റ് ബംഗാളിലത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇനി നേരെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. അസാമിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി സമയത്താണ് നമുക്ക് ഇവിടുന്ന് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മറ്റു ബൈ.